എല്ലാവരും പോയി ഒറ്റയ്ക്കായപ്പോഴാണ് നൂറയ്ക്ക് ചിലരൊക്കെ വില മനസ്സിലാവുന്നത്. ക്രൈ ചെയ്യുന്നത് കുഴപ്പമില്ല, സാഡ് ആവുന്നത് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കരയാൻ പാടില്ല. നീ ഇവിടെ വന്നിരിക്കുന്നത് നീ ഒരു പർപ്പസിനായിട്ടാണ്. മറ്റാരെക്കാട്ടി നീ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, മറ്റെന്തിനേക്കാട്ടി നീ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫ് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു സ്ട്രോങ്ങസ്റ്റ് പേഴ്സണാണ് നൂറ, നീ ഒരു ബ്രേവ് ഗേൾ ആണ്, ഒരിക്കലും നീ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയിലോട്ട് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു രാവിലെ ഇരുന്ന് കരയുന്നുണ്ട്. ഒരു ദിവസം കൂടെ ഉള്ളൂ, അത് നിനക്ക് ഉറപ്പാണ് നീ അത് ഓവർകം ചെയ്യുമെന്ന്. നീ ഒരു ടൈനിയസ്റ്റ് ആണ്, സ്മോളസ്റ്റ് ആണ്, പ്രഷ്യസ് ആണ്. സ്വന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആളെ ഹനുമോളങ്ങാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രാമയായി, അതായി, കരച്ചിൽക്കാടായി, മറ്റേതായി, മറിച്ചതായി. ടൈറ്റിൽ വിന്നർ ആവണം, അതേപോലെ ടോപ്പ് 5 വരണം എന്നൊക്കെയാണ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ നിൻ്റെ ഗെയിം നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. നീ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്, നിന്നെ ഒരുപാട് ആൾക്കാർ അടിച്ചിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നീ ഇവിടം വരെ എത്തി, നീ ഇങ്ങനെയൊക്കെ ആയി തീർന്നു. രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ നിന്നെ ഹേർട്ട് ചെയ്യാനും നിന്നെ കുത്തി പറയാനും കളിയാക്കാനും ഒക്കെ നോക്കും. പക്ഷെ നിനക്കാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത്. അപ്പോൾ നീ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നീ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് നൂറ. സ്വന്തമായിട്ട് പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നില്ല. PR ഇല്ലാതെ അതേപോലെ തന്നെ ഭയങ്കര ഹേറ്റായിരുന്നു പുറത്ത്. എന്നിട്ട് നീ ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തി നിൻ്റെ മിടുക്കല്ല മോളെ, അനുമോളുടെ സപ്പോർട്ടേഴ്സും കൂടെ ഉണ്ടായിരുന്നു നിനക്ക്. അതേപോലെ നൂറ പറയാണ്, നിന്നെ തകർക്കാൻ നിൻ്റെ മൈൻഡിന് മാത്രമേ കഴിയത്തുള്ളൂ, വേറെ ആർക്കും കഴിയത്തില്ല. പിന്നെ പറയണത്, എനിക്ക് കരയുന്നത് ഇഷ്ടമല്ല, എന്നെ കൂടുതൽ അത് ഡൗൺ ആക്കും, എനിക്ക് സ്ട്രോങ് ഗേൾ ടാഗ് ലൈനാണ് വേണ്ടത്. പുറത്ത് എത്ര ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഭയങ്കര ടഫാണ്. ഞാൻ ഒരുപാട് എൻ്റെ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്, ട്രോമയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുറേ ബിറ്റ്സൊക്കെ എനിക്ക് ഈ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ എന്നോട് എത്രയൊക്കെ ദ്രോഹം ചെയ്താലും ഞാൻ അവരോട് ഫോർഗീവ് ചെയ്യും, പക്ഷെ ഞാനത് മറക്കത്തില്ല. എന്നിട്ട് നമ്മുടെ ബേബിയുടെ ആദിലയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കരയുന്നുണ്ട്. എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടറായിരുന്നു. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവത്തുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. സത്യം പറയാമല്ലോ നൂറ, ആദിലുള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇത്രയും പിടിച്ചു നിന്നത്. നീ അനുമോളുടെ കൂട്ട് വല്ല ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ നീ എപ്പോഴേ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇറങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞു. പിന്നെ പറയുന്നുണ്ട്, അവൾ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ കരയിക്കാതെ വിട്ടു, അവളെ സ്ട്രോങ് ആയിട്ട് നിന്നു. അവൾ പോയി കഴിഞ്ഞപ്പം പക്ഷേ എനിക്ക് കളിയാക്കലും കുറ്റം പറച്ചിലും കുത്തിപ്പാറയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ആൾക്കാരും എന്നെ ക്ലോസ് ആയിട്ട് കണ്ട ഒരാൾ പോലും എൻ്റെ അടുത്ത് ഒരു കാര്യം പോലും ചോദിച്ചില്ല. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. അത് അനുമോളും ഷാനവാസുമാണ്. ഒന്ന് ഓക്കെ ആണോ എന്ന് പോലും എന്നോട് ചോദിച്ചില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സാഡായി. പക്ഷേ സാരമില്ല, ഇങ്ങനെയല്ല, ഫേക്ക്നെസ് അല്ല ലൈഫ്, റിയൽ ആണ്, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ നൂറ, നീ ഇത്രയൊക്കെ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞു. എല്ലാവരും കൂടെ അനുമോളെ കുറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചപ്പോഴും നീ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം മനസ്സിലായി എനിക്ക്. ഞാൻ ഇനി ഒരു കയ്യകലം അങ്ങോട്ട് മാറി നിൽക്കുകയാണെന്ന്. എടേ, ഒരു തരുമ്പെങ്കിലും നീ ആ ഒരു ആളുടെ അടുത്ത് ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും കാണിച്ചോ? അനുമോള് കാരണമാണ്, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അക്ബറിൻ്റെ അടുത്ത് വരെ മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നീ? അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള മൈൻഡല്ലേ? അത് ശരിക്കും റിയൽ ആയിരുന്നോ? മാത്രമല്ല, എന്തൊക്കെ അനുമോള് പറഞ്ഞു അതൊക്കെ ഇവിടെ എല്ലാ ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് നടന്നിട്ട് ആ ഒരു സ്ത്രീയെ മാനസികമായും എല്ലാ രീതിയിലും മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിയപ്പം ഒരു ദിവസം സ്വന്തം ബേബി അങ്ങോട്ട് പോയി ബാക്കിയുള്ള ആൾക്കാരങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പം ആ ഒരു ഇതുപോലും സഹിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇത്രയും ദിവസം കൂട്ടമായിട്ട് ചെന്നായ്ക്കൂട്ടങ്ങളുടെ ഇടയിൽ ആക്രമിക്കപ്പെട്ട ഒരാളുടെ കൂട്ടും ഒറ്റയ്ക്ക് അവിടെ നിന്ന സമയത്ത് എവിടെയായിരുന്നു നിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പും റിയൽ ഫ്രണ്ട്ഷിപ്പും സ്നേഹമൊക്കെ?